വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
പിതാവിന്റെയും പുത്രന്റെയും
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് ആന്റണീസ് യുവജന അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, ആരാധന കാലഘട്ടത്തിന്റെ സമാപനത്തിന് ശേഷം ആഗമന കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ചെറിയ നൊയമ്പിന്റെ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ ഉണ്ണീശോയെ സ്വീകരിക്കുന്ന കാത്തിരിപ്പിന്റെയും ഒരുക്കത്തിന്റെയും പ്രത്യാശയുടെയും നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വയലറ്റ് നിറത്തിലുള്ള തിരി തെളിച്ചുകൊണ്ടാണ് വിശുദ്ധ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. തെളിച്ച വയലറ്റ് നിറത്തിലുള്ള തിരി സൂചിപ്പിക്കുന്നത് പ്രത്യാശയുടെ കാത്തിരിപ്പിന്റെ ഞായറാഴ്ച എന്നുള്ള സൂചനയാണ്. ക്രിസ്തുവാകുന്ന ഈശോയെ സ്വീകരിക്കുവാൻ നമ്മൾ സുഹൃതങ്ങളോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ പ്രത്യാശയോടും കൂടെ കാത്തിരിക്കുന്നവർ അറിയിക്കുക. യജമാനൻ തിരികെ വരുമ്പോൾ ഭൃത്യന്മാർ എപ്രകാരം സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുന്നു, അപ്രകാരം നമ്മളൊക്കെ ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്നേ ദിനം നമുക്ക് നൽകുകയാണ്. ചെറിയ നൊയമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നതിന് ഒരുക്കപ്പെടുന്ന ഒരു ഹൃദയം എന്നിൽ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, ഹൃദയങ്ങളിലേക്ക് കടന്നു വരണം. ഈശോയ്ക്ക് യോഗ്യമായ വാസസ്ഥലമായി എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തിനെ പാകപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപപൂർവം ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ അഭിഷിക്തന്റെ ആഗമനവേളയിൽ സൽപ്രവർത്തികളോടെ അങ്ങേ വലത്തുഭാഗത്തോടെയാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിനെ യോഗ്യരാക്കുവാൻ വേണ്ടി ശക്തി അങ്ങേ വിശ്വാസികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു
സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദാ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗ്ഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്നെ വഴി പഠിപ്പിക്കുന്നു. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവിനെ വരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധരുടെ കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമാക്കി നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറി. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. ും
ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കുവാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവദിക്കും. സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2021 നവംബർ 28 ഞായറാഴ്ച നാം ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ലോക ചരിത്രത്തിലേക്കുള്ള ആദ്യ വരവും അവിടുത്തെ രണ്ടാം വരവിന്റെ ഓർമ്മപ്പെടുത്തലും ഈ ആഗമന കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ അനർത്ഥമായ കാലം. രക്ഷകന്റെ വരവിന് വേണ്ടി നൂറ്റാണ്ടുകളോളം കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിന് പ്രത്യാശയുടെ പ്രകാശം പ്രദാനം ചെയ്ത് ഭൂമിയിൽ പിറന്ന യേശുനാഥന്റെ വരവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന സമയം. ഇസ്രായേൽ ജനം കടന്നുപോയ ക്ലേശങ്ങളുടെയും സങ്കീർണതയുടെയും മഹാമാരിയുടെയും ഒക്കെ സാഹചര്യം ഇപ്പോൾ നാമും അനുഭവിക്കുന്നുണ്ട്. COVID-19 മഹാമാരിയിൽ നിന്നും നാം പൂർണ്ണമായും മുക്തമായിട്ടില്ല. നിശ്ചയമായും നമുക്ക് താമസം വിന സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരികെ വരുവാൻ സാധിക്കും എന്ന പ്രത്യാശയിൽ യേശുവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ ആഗമന കാലവും ഒന്നിച്ചുള്ള നമ്മുടെ യാത്രയുടെ ഭാഗം തന്നെയാണ്. തീർത്ഥാടകമായ സഭയുടെ യാത്രയിൽ നാം എല്ലാവരും കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ നമ്മുടെ വ്യത്യസ്തങ്ങളായ പ്രേക്ഷിത ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പങ്കുചേരേണ്ടതാണ്. പിതൃഹൃദയത്തോടെ എന്ന അപ്പോസ്തോലിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ഔസേപിതാ വർഷം ഈ ഡിസംബർ 8 സമാപിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണങ്ങൾക്കിടയിൽ സാധിക്കുന്ന രീതിയിൽ നാം ഇടവകകളിലും സ്ഥാപനങ്ങളിലും വിവിധ കമ്മീഷനുകളുടെ നേതൃത്വങ്ങളിലും ഔസേപിതാ വർഷ കർമ്മ പരിപാടികൾ ക്രമീകരിക്കുകയുണ്ടായി. തിരുസഭ മധ്യസ്ഥനും നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിനെ പ്രത്യേകം വണങ്ങുന്നതിനും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും തൊഴിലാളികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനും സാധ്യമായ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിനുമെല്ലാം ഔസേപിതാ വർഷത്തിൽ നാം
പരിശ്രമിക്കുകയായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഔസേപ്പിതാ വർഷാചരണ കമ്മിറ്റിക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. 2021 ഡിസംബർ 12 ഞായറാഴ്ച ഔസേപ്പിതാ വർഷത്തിന്റെ ഇടവകതല സമാപന ദിനമാണ്. ഡിസംബർ 19 ഞായറാഴ്ച വൈകിട്ട് 5:30 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ അർപ്പിക്കപ്പെടുന്ന ആഘോഷമായ ദിവ്യബലിയോടെ ഔസേപ്പിതാ വർഷാചരണത്തിന്റെ അതിരൂപതാതല സമാപനം നടത്തപ്പെടുന്നതാണ്. ആഗമനകാലത്തിന്റെ പുണ്യ ദിനങ്ങളിൽ ആത്മീയ നവീകരണവും വിശുദ്ധീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് നാം പ്രാർത്ഥന നിരതരാകണം. പ്രത്യാശയുടെ പൊൻവിളക്കായി ഭൂമിയിൽ അവതരിച്ച ദൈവം ഇത്രമാത്രം സ്നേഹം നമുക്ക് നൽകുമ്പോൾ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുവാൻ നമുക്ക് കടമയുണ്ട്. വെല്ലുവിളികളും കോവിഡ് മഹാമാരിയുടെ ഇരുൾ നിറഞ്ഞ ഓർമ്മകളും നിറഞ്ഞ ഈ കാലത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവിടുത്തെ സാന്ത്വന സ്പർശം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ മഹാമാരിയുടെ ഈ ദുർഘട സന്ദർഭത്തിൽ നിന്ന് പോലും നന്മ കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ ശാന്തതയും വിവേകവും മറ്റുള്ളവരോട് ആദരപൂർവകമായ ഒരു കരുതലും നമുക്ക് സ്വന്തമാക്കാം. ആഗതമാകുന്ന പിറവി തിരുനാളിന്റെയും പുതുവത്സരത്തിന്റെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവം ഞാൻ നിങ്ങൾക്ക് നേരുന്നു എന്ന് എറണാകുളത്ത് നിന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത. പ്രിയമുള്ളവരെ, ഡിസംബർ 5 ലത്തീൻ കത്തോലിക്ക ദിനമായി കേരള സഭ സന്തോഷം കൊണ്ടാടുകയാണ്. ലത്തീൻ കത്തോലിക്ക ദിനത്തെ കുറിച്ചുള്ള ഇടയലേഖനവും നമുക്കിപ്പോൾ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനം ഡിസംബർ 5 ഞായറാഴ്ചയാണല്ലോ ആചരിക്കുന്നത്. കേരള ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ KRLCCയുടെ രൂപീകരണത്തിന് ശേഷമാണ് ലത്തീൻ കത്തോലിക്ക ദിനം കേരളത്തിലെ എല്ലാ ലത്തീൻ രൂപതകളിലും പൊതുവായി ആചരിച്ചു വരുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളായ ഡിസംബർ 3 അനുബന്ധിച്ചു വരുന്ന ഞായറാഴ്ചയാണ് ലത്തീൻ കത്തോലിക്ക ദിനമായി ആചരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ കരിനിഴലിൽ നിന്നും ഇനിയും വിമുക്തി നേടുവാൻ സാധിക്കാത്തത് മൂലം ഈ വർഷവും സംസ്ഥാന തലത്തിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് വന്നുള്ള പൊതുപരിപാടികൾ ഉണ്ടായിരിക്കുന്നതല്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇടവക രൂപത തലങ്ങളിൽ സാധ്യമായ പരിപാടികൾ നടത്തുന്നത് ഉചിതമാണ്. ഈ വർഷം മുതൽ ഡിസംബർ 3 നമ്മുടെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും KRLCC പതാക ഉയർത്തിക്കൊണ്ട് ലത്തീൻ കത്തോലിക്ക ദിനാചരണങ്ങൾ പരിപാടികൾ സമാരംഭിക്കണം. സാധാരണയായി ഓരോ വർഷത്തെയും ലത്തീൻ കത്തോലിക്ക ദിനത്തിൽ പ്രത്യേക വിഷയത്തെ പുരസ്കരിച്ച് പരിചിന്തനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ സമകാലിക സാഹചര്യത്തിൽ ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനത്തിൽ നാം ഇപ്പോൾ വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 പ്രധാന വിഷയങ്ങൾക്ക് തന്നെ ഊന്നൽ നൽകുകയാണ്. ഒന്നാമതായി ആഗോള മെത്രാൻ സിനഡ് 2023. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ശുപാർശകൾക്ക് അനുസരിച്ചാണ് തിരുസഭയുടെ ശുശ്രൂഷകളിലും ഭരണ നിർവഹണ സംവിധാനങ്ങളിലും കൂടുതൽ പങ്കാളിത്തത്തിനുള്ള സംവിധാനങ്ങളും ഘടനകളും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അൽമായ പങ്കാളിത്തത്തോടെ ഇടവക രൂപത പ്രാദേശിക ദേശീയ തലങ്ങളിലുള്ള പാസ്റ്ററൽ കൗൺസിലുകളും ഇതര പങ്കാളിത്ത ഘടനകളും ഇതിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. 2 ലത്തീൻ കത്തോലിക്കരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി. ജസ്റ്റിസ് JV കോശി കമ്മീഷന്
സമർപ്പിക്കുവാനുള്ള നിവേദനം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ലത്തീൻ രൂപതകളിലും സാമ്പിൾ സർവേ നടത്തുകയുണ്ടായി. എല്ലാ രൂപതകളിൽ നിന്നും ആർജവപൂർണമായ സഹകരണമാണ് ഇക്കാരണത്തിൽ ലഭിച്ചതെന്ന് കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. ലത്തീൻ കത്തോലിക്കരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ ശാസ്ത്രീയമായ പഠനത്തിന്റെ പിൻബലത്തിൽ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കുവാൻ സാധിച്ചു എന്ന കാര്യം ചാരിതാർത്ഥ്യജനകമാണ്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ജീവിതാവസ്ഥയെ സംബന്ധിച്ച് ആധികാരികമായ പഠനം ലഭിച്ചു എന്നതും അഭിമാനകരമാണ്. ഈ പഠനം വിപുലപ്പെടുത്തി റിപ്പോർട്ടാക്കി മാറ്റി അടുത്ത KRCC ജനറൽ അസംബ്ലി മുൻപാകെ ചർച്ചയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതാണ്. നമ്മുടെ എല്ലാ രൂപതകളിലും ഇടവകകളിലും സാധ്യമാകുന്ന രീതിയിൽ അവബോധന സമ്മേളനങ്ങളും സെമിനാറുകളും നടത്തേണ്ടതാണ്. KRCCയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ടത് ലത്തീൻ കത്തോലിക്കനായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കോവിഡ് കാലം നൽകുന്ന വിഷമതകൾ ധാരാളമുണ്ട് എങ്കിലും സാധ്യമാകുന്ന സഹായങ്ങളും സംഭാവനകളും അന്നേ ദിവസം ഇടവകകൾ തോറും സമാഹരിച്ച് 2022 ജനുവരി 31-നകം രൂപത കേന്ദ്രങ്ങൾ വഴി KRCCയിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനഡാത്മക ചൈതന്യത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് സഭയിലും സമൂഹത്തിലും ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരായ നമുക്ക് എല്ലാവരെയും, പ്രത്യേകിച്ച് ബലഹീനരെയും പരിത്യക്തരെയും നിരാലംബരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിന്റെയും പാതയിലൂടെ പ്രേക്ഷകത്വത്തിൽ മുന്നേറാം. എല്ലാവർക്കും അനുഗ്രഹവും കോവിഡ് കാലത്തെ അതിജീവിക്കുവാനുള്ള മാനസിക ബലവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി ജോസഫ് കളത്തിപ്പറമ്പിൽ, വരാപ്പുഴ മെത്രാപ്പോലീത്ത, മറ്റ് ബിഷപ്പുമാർ ജോസഫ് കരിയിൽ, വിൻസെന്റ് സാമുവൽ, സെൽവിസ്റ്റർ പൊന്നുമുത്ത്, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരണവാനായ ദൈവമേ, പൗരോഹിത്യ ജീവിതത്തിനായും സമർപ്പിത ജീവിതത്തിനായും ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികൾ നൽകണമേ. ദൈവവേലയ്ക്കായി തങ്ങളുടെ മക്കളെ അയക്കുവാൻ മാതാപിതാക്കൾ സന്നദ്ധരാകുന്നതിനും ദൈവവിളി സ്വീകരിക്കുന്നവർ പ്രതികൂല സാഹചര്യങ്ങൾ ധൈര്യസമേതം മുന്നേറുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ആഗമനകാലത്തിന്റെ ആരംഭമായ ഇന്നേ ദിനത്തിൽ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും വിശ്വാസ കൂട്ടായ്മയുടെ ശക്തീകരണത്തിനും വേണ്ടി സമയവും കഴിവും സമ്പത്തും പങ്കുവയ്ക്കാനും അതുവഴി പുതിയൊരു ആത്മീയ ഉണർവിലേക്ക് വളർന്നു വരുവാനും എല്ലാ കുടുംബങ്ങളെയും പ്രചോദിപ്പിക്കണമെന്ന് അവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ തിരുസഭ യൗസപിതാവിന്റെ വർഷമായി ആചരിക്കുമ്പോൾ സ്വർഗീയ പിതാവിന്റെ തിരുവിഷ്ടം അനുസരിക്കുവാൻ സദാ സന്നദ്ധനായിരുന്ന വിശ്വപിതാവിന്റെ മാതൃക പിന്തുടരുവാനും അതുവഴി ജീവിത വിശുദ്ധി കൈവരിക്കുന്നതിനും വേണ്ട കൃപാവരങ്ങൾ ഓരോ വിശ്വാസിക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഇടവകയിലെ എല്ലാ യുവാക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യുവത്വം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ബോധ്യവും സുഖലോൽപത, വിദ്യാസക്തി, ജീവിത ലഭ്യത എന്ന കെണിയിൽ വീഴാതിരിക്കുവാനുള്ള വരദാനങ്ങളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച് മരണത്തിലൂടെ അങ്ങേ സന്നിധിയിലേക്ക് യാത്രയായ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും മറ്റെല്ലാ വരമായ വിശ്വാസികൾക്കും നിത്യസമ്മാനവും പുനരുദ്ധാന മഹത്വവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകവിധിയെ നയിക്കണമേ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് ആന്റണീസ് യുവജനങ്ങളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിന്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമാനമായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വരാ, പരിശുദ്ധനാം ദൈവമേ, സർവശക്ത
യേശുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടങ്ങി നന്ദി ചൊല്ലുത്തവും രക്ഷയുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താ മാമലവേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് നേരിടും ഈ ജനം ആർത്തഭക്തിയാ തന്നുയർപ്പിക്കേലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടീവരിതും ഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവർ എന്നും ഈ മണ്ണിൽ വാർത്തിരിപ്പൂ. ആകയാലാമോദമായി പീഠമരുവാ സ്വർഗീയ ഗായകർ മലാഗമാ ദിവ്യ പ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങേ സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങേ അമ്മ മഞ്ഞിക്കണം പോലെ ഈ കാണിക്കകളങ്ങേ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വരങ്ങളോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം നൊറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. യേശുവേ യേശുവേ നീ മാത്രമേ സഹായം. അപ്രകാരമത്താഴും കഴിഞ്ഞേ പാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ചു ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ യേശുവേ നീ മാത്രമേ വിശ്വാസത്തെ മഹാരഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരായി തീർന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സമയം ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടുമത് സഭയന് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗ്ഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾക്ക് കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരികൻമാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിനാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് ദൈവവചന വായനയിലൂടെയും കാഴ്ചവെപ്പ് സമർപ്പണത്തിലൂടെയും വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയുമെല്ലാം വളരെ ഭക്തി നിർഭരമായും ഒരുക്കത്തോടും കൂടെ നേതൃത്വം വഹിച്ച നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് യുവജന എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകമായി ഇന്നലെ വൈകിട്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ഈ ദേവാലയവും പരിസരവും വൃത്തിയാക്കിയത് മാത്യു സജി, ലിജോ, അജു, ആംബി, ആഷിൻ, സെബിൻ, അഗസ്റ്റിൻ, ടോണി, റോജൻ, സിജി എന്നിവരാണ്. ഇവർക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി
നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച 6:30 ദിവ്യബലിക്ക് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച 6:30 ദിവ്യബലിയിലെ കാഴ്ചവെപ്പ് തുക 1580 രൂപ. സ്വസ്ത്ര കാഴ്ച 3840 രൂപ. ലേലത്തുക 3420 രൂപയും. പ്രിയമുള്ളവരെ, ഇന്ന് ആഗമന കാലത്തിലേക്ക്, ചെറിയ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവെ സ്വീകരിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് യേശുവെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. പാരമ്പര്യമായിട്ട് നമുക്കറിയാം, ഡിസംബർ 1 മുതൽ നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മുൻപിൽ ഈ ഒരു കാത്തിരിപ്പിൻ്റെയൊക്കെ അടയാളം എന്ന കണക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി നക്ഷത്രങ്ങളൊക്കെ തൂക്കാറുണ്ട്. സാധിക്കുന്നവരൊക്കെ ഡിസംബർ 1 മുതൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ നക്ഷത്രങ്ങൾ അണിയിച്ചൊരുക്കുവാൻ ശ്രദ്ധിക്കുക. നവംബർ 5 ലത്തീൻ കത്തോലിക്ക ദിനമാണ്. നവംബർ 12 ഇടവക തലത്തിൽ ഔസേപിതാവർഷ സമാപന ദിനം. ആഗോളപരമായി ഡിസംബർ 8 ഔസേപിതാവർഷ സമാപനം. എന്നാൽ ഇടവക തലത്തിൽ ഡിസംബർ 12 ആയിരിക്കും. അതുപോലെ ഡിസംബർ 19 കേരള കത്തോലിക്ക സഭ ബൈബിൾ ഞായറായി സന്തോഷം കൊണ്ടാടുകയാണ്. പ്രിയമുള്ളവരെ, ഡിസംബർ 7 മുതൽ നമ്മുടെ ഈ ദേവാലയത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 11 മണിക്കും വൈകിട്ട് 5:30 വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള വിശുദ്ധ കുർബാന, നൊവേന, ആരാധന സമർപ്പണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 7 ചൊവ്വാഴ്ച മുതൽ ഡിസംബർ 25 ക്രിസ്തുമസ് ദിനം രാത്രി 12 മണിക്ക് ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നതും ഡിസംബർ 25 രാവിലെ 6:30 ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഇടവകയുടെ തിരുനാൾ നടത്തപ്പെടുന്നത് 2022 ജനുവരി 7, 8, 9 തീയതികളിലാണ്. ഒരുക്കമായിട്ടുള്ള നവനാൾ ഡിസംബർ 28 മുതൽ 6 വരെയുള്ള ദിനങ്ങളിലും നടത്തപ്പെടുകയാണ്. നമ്മുടെ അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സെന്ററായ ESSന്റെ മെഡിക്ലെയിം 2021-22 ചികിത്സാ സഹായം 1 ലക്ഷം വരെ ലഭിക്കുന്ന ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് മെഡിക്ലെയിം പ്രോഗ്രാം അതിരൂപതയിലെ ESSൽ നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു മെഡിക്ലെയിം കൈവശമുള്ളവർക്ക് അത് റിന്യൂവൽ ചെയ്യുവാനുള്ള അവസാന തീയതി ഡിസംബർ 10 പുതുതായി ഈ സ്കീമിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമാപന തീയതി ഡിസംബർ 15 വിശദ വിവരങ്ങൾ അടങ്ങിയ ഇമേജ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അതിരൂപതയിലെ നമ്മുടെ ആർച്ച് ബിഷപ്പിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് സ്നേഹ ഭവന പദ്ധതി. ഭവനമില്ലാത്ത നിർധനരായ കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന ഈ സ്നേഹ ഭവന പദ്ധതി COVID-19 പശ്ചാത്തലത്തിൽ അല്പമൊക്കെ നിശ്ചലമായിരിക്കുകയാണ്. അത് വീണ്ടും സജീവമാകേണ്ട ആവശ്യകതയുണ്ട്. 100ഓളം അപേക്ഷകൾ ഈ സ്നേഹഭവന പദ്ധതിയിലേക്ക് ഇപ്പോൾ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ESS ക്രിസ്തുമസ് നക്ഷത്രം ഒരുക്കിയിട്ടുണ്ട്. ഒരു ക്രിസ്തുമസ് നക്ഷത്രത്തിന് 100 രൂപയാണ് വില. അതിൻ്റെ ഇമേജും വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഭാരവാഹികളും യൂണിറ്റിലെ കുടുംബങ്ങൾക്ക്
ആവശ്യമായ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയെന്ന് ദയവായി എന്നെ അറിയിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിർധനരായ കുടുംബങ്ങൾക്ക് ഒരു ഭവനം നിർമ്മിക്കുന്നതിനുള്ള അഭിവന്യ പിതാവിൻ്റെ ഈ കാരുണ്യ സ്നേഹ ഭവന പദ്ധതിയിൽ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ഒരു നക്ഷത്രമെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നൽകുക. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാക്കിയണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരും ഉത്സാഹമുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഈശോമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. You